2025 പരിസമാപ്തി കുറിക്കുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിരവധിയായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. രാജ്യം ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങൾ, രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തിയ നിരവധിയായ സംഭവ വികാസങ്ങൾ, രാജ്യം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി എതിരേറ്റ അല്ലെങ്കിൽ നേരിട്ട നിരവധിയായ സംഭവ വികാസങ്ങൾ, പഹൽഗാമിലെ ആക്രമണമടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യം ഒന്നടങ്കം തേങ്ങിയ നിമിഷങ്ങൾ, ഇത്തരത്തിൽ ഓർക്കാനും മറക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങളും അതോടൊപ്പം തന്നെ മറക്കേണ്ട ചില നിമിഷങ്ങളും സമ്മാനിച്ചുകൊണ്ടാണ് 2025 കഴിയുന്നത്. 2025 കഴിഞ്ഞ 2026 ലോകം കാലെടുത്ത് വെക്കുമ്പോൾ രാജ്യത്തിന്റെ 2025 എങ്ങനെയായിരുന്നു? രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ 2025 പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലായിരുന്നു? സമഗ്രമായ ഒരു അവലോകനത്തിലേക്ക് നമുക്ക് കടക്കാം. 2025 വർഷം കേന്ദ്ര ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വെല്ലുവിളികളും വിട്ടുവീഴ്ചകളുടെയും കാലഘട്ടമായാണ് വിലയിരുത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് 300ഓളം സീറ്റുകളിൽ BJP ജയിക്കുമെന്നാണ്. എന്നാൽ എല്ലാ നിരീക്ഷകരുടെയും എല്ലാ രാഷ്ട്രീയ സർവേകളുടെയും എല്ലാ ചാനൽ സർവേകളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി കേവല ഭൂരിപക്ഷം മറികടക്കുന്നില്ല എന്ന് മാത്രമല്ല, സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു BJPക്കുള്ളത്. അതിനുശേഷം തെലുങ്കുദേശത്തെയും ജനതാദളിനെയും അടക്കം കൂട്ടിച്ചേർത്ത സർക്കാർ രൂപീകരിച്ച BJP പല ബില്ലുകളും പാർലമെന്റിൽ പാസാക്കാൻ കഴിയാതെ ഉഴലുന്നതാണ് നമ്മൾ കണ്ടത്. 2025 പ്രവേശിപ്പിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ പല വിഷയങ്ങളിലും ഘടകകക്ഷികളുടെ മുന്നിൽ മുട്ടുമടക്കുന്നതിന് നമ്മൾ സാക്ഷിയായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെല്ലുവിളികളുടെയും വിട്ടുവീഴ്ചകളുടെയും കാലഘട്ടമാണ് 2025 കേന്ദ്ര സർക്കാർ കടന്നുപോയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഗതാഗത രംഗത്തുമുണ്ടായ വൻ ദുരന്തങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാജ്യത്തിന്റെ ദേശീയപാതകളിൽ നിരവധിയായ അപകടങ്ങൾക്ക് രാജ്യം സാക്ഷിയായി. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാതകളിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുന്നതിന് കാരണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നു. അതോടൊപ്പം തന്നെ പനവേൽ കന്യാകുമാരി ദേശീയപാതയുടെ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ആ പ്രവർത്തനം പാതി വഴിയിലെത്തിയ പല പ്രദേശങ്ങളിലും അപകടങ്ങൾ നിത്യസംഭവമായി മാറുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഉപരിതല റോഡ് ഗതാഗത മന്ത്രാലയം നോക്കുകുത്തിയായി മാറുന്നു എന്നൊരാക്ഷേപം പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഗുജറാത്തിലെ പാലം തകർച്ചയിൽ 22 പേരും ഛത്തീസ്ഗഡിലെ ട്രെയിൻ അപകടത്തിൽ 11 പേരുമാണ് കൊല്ലപ്പെട്ടത്. ബോംബെയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ട്രെയിൻ അപകടമുണ്ടായി. എന്തിനേറെ കൊച്ചു കേരളത്തിലടക്കം ഈ കൊച്ചി നഗരത്തിന് തൊട്ടടുത്തുള്ള ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലടക്കം ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത് 2025 നിരവധിയായ ചെറുതും വലുതുമായ തീവണ്ടി അപകടം രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുഗതാഗത മേഖലയെ ദോഷകരമായി ബാധിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളിലേക്ക് മറ്റൊന്ന് വിരൽ ചൂണ്ടുന്നത് രാജസ്ഥാനിലെ സ്കൂൾ മേൽക്കൂര തകർന്ന് 7 കുട്ടികൾ മരണമടങ്ങിയ സംഭവം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നതാണ്. രാജ്യത്ത് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന പാലങ്ങളും വിദ്യാലയങ്ങളും വൻകിട കെട്ടിടങ്ങളും നിരന്തരം തകർന്നടിയുമ്പോൾ അതിലെ നിർമ്മാണങ്ങളിലെ പാളിച്ച സ്വന്തക്കാർക്ക് കരാർ നൽകി അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു 2025 രാജ്യത്തുണ്ടായിരുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കനത്ത വെല്ലുവിളികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും മെക്സിക്കോയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% താരിഫ് ചുമത്തിയത് രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയെ തളർത്തി. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91 എന്ന റെക്കോർഡ് തകർച്ചയിലേക്ക് എത്തിയത് 2025 സാധാരണക്കാരന്റെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി. ഇതിനു പുറമെ പഹൽഗാമിലെ ഭീകരാക്രമണം, ഡൽഹിയിലെ തീവ്രവാദി ആക്രമണം ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമായി വിമർശിക്കപ്പെടുകയാണ്. പഹൽഗാമിൽ ഇന്ത്യയിലെ ജനങ്ങളെ, പഹൽഗാം എന്ന് പറയുന്ന ശാന്തസുന്ദരമായ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകളെ അവരുടെ മതം നോക്കി കൊലപ്പെടുത്തിയത് ഇന്ത്യയുടെ മനസ്സിന്റെ അകത്തേറ്റ മുറിവാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ പാകിസ്ഥാൻ തീവ്രവാദികൾ മസ്തിഷ്കത്തിനകത്ത് ഭീകരവാദത്തിന്റെ വിഷവിത്തുമാകി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് സഹായകരമാകേണ്ടിരുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് അത് വിവരം ലഭിച്ചിരുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. 2025 ഇന്ത്യയുടെ നെറ്റിയിൽ ചാർത്തപ്പെട്ട കറുത്ത പൊട്ടാണ് പഹൽഗാം ഭീകരാക്രമണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സ്ഫോടനം രാജ്യത്തെ പിടിച്ചുലച്ചതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതോടൊപ്പം തന്നെ
തൊഴിലില്ലായ്മ റെക്കോർഡ് നിരക്കിലെത്തിയതും 70ഓളം പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതും യുവാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യ കടുത്ത ദാരിദ്ര്യത്തിലും കർഷകരുടെ ആത്മഹത്യയുടെ വക്കിലുമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സർക്കാരിനെതിരെ സമരരംഗത്തേക്ക് വരുന്നു. ഇന്ത്യയുടെ തൊഴിൽ നിയമം ഭേദഗതി ചെയ്യുന്നു. തൊഴിൽ നിയമം വൻകിട മുതലാളിമാർക്ക് ഉതകുന്ന രൂപത്തിൽ മാറ്റിയെഴുതിയ സർക്കാർ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചതും വേതനം നൽകുന്നതിലെ കാലതാമസവും ഗ്രാമീണ മേഖലയെ സ്തംഭിപ്പിച്ചു. അതേസമയം കോർപ്പറേറ്റ് ഭീമനായ അദാനി ഗ്രൂപ്പിന് പീർപ്പൈന്തിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വെറും ₹1 പാട്ടത്തിന് നൽകിയതും ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ ആരണ്യവനം കൽക്കരി ഖനനത്തിനായി വിട്ടുകൊടുത്തതും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രതിപക്ഷത്തിന്റെയും കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയ വസ്തുതയാണ്. ഇത്തരത്തിൽ 2025 ഇന്ത്യൻ ഭരണകൂടം പല വിമർശനങ്ങൾ ഏറ്റ് കടന്നു പോകുമ്പോഴും രാജ്യത്തെ കരഞ്ഞ രാജ്യം തേങ്ങുന്ന പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാജ്യത്തെ സർക്കാർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായ സംഭവ വികാസങ്ങളാണ്. എന്തായാലും 2025 ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. 2026 എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമാകട്ടെ. രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, രാജ്യത്തെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പട്ടിണിപ്പാവങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമെല്ലാം തങ്ങൾ സ്വപ്നം കാണുന്ന ഭാരതത്തിന്റെ പുതിയ തലത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉതകുന്ന വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും 2025 പോയി മറയുമ്പോൾ 2026 പുതിയ പ്രതീക്ഷകളോടെ എല്ലാവർക്കും വരവേൽക്കാം.